റഷ്യയുടെ ഇസ്കാന്ദർ ബാലിസ്റ്റിക് മിസൈൽ ഇറാന് നൽകി. കൂടാതെ റഷ്യയുടെ പക്കൽ നിന്ന് മുർമാൻസ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം വന്നല്ലോ, അത് 2 യൂണിറ്റ് മാത്രമായിരുന്നു ഇറാന് നൽകേണ്ടിയിരുന്നത്. എന്നാൽ അഡീഷണലായി വീണ്ടും 2 യൂണിറ്റ് കൊടുത്തതുകൊണ്ട് ഇറാന്റെ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം കപ്പാസിറ്റി എന്നത് ഇപ്പൊ 10 മടങ്ങ് അധികമായിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ചിലർക്കെങ്കിലും ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം വെച്ച് അവരെ കൊണ്ട് വല്ല എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ സാധിക്കുക? ഇത് കാരണം ഇറാൻ എന്ത് സഹായം ലഭിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. അതിനെക്കുറിച്ച് തിരയുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത്. ഇപ്പൊ ഇറാനെ സംബന്ധിച്ച് ഇത് ഒഫൻസീവിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളല്ല. ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഉപയോഗിച്ച് ശത്രുക്കളെ നമുക്ക് ആക്രമിക്കാൻ സാധിക്കും. ശത്രുക്കളിൽ ഒരു ഒഫൻസീവ് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുമെന്ന കാറ്റഗറിക്ക് കീഴിൽ ഈ വെപ്പൺസ് ഒന്നും വരില്ല. എന്നാൽ ഇപ്പോ ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചു. അതിന് ഒരു തിരിച്ചടി ഇറാനിൽ ഇസ്രായേൽ ചെയ്യണം എന്ന് ചിന്തിച്ചാൽ ആ സമയത്ത് ഇസ്രായേലിന്റെ വ്യോമസേനയ്ക്ക് വലിയ ആപത്തുണ്ടാക്കാൻ കഴിവുള്ള ഒരു സിസ്റ്റമായി ഇത് മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ ഇസ്കാന്ദർ മിസൈൽസ് ഇറാന് ലഭിക്കുകയാണെങ്കിൽ ഇറാനെ കൊണ്ട് ഇസ്രായേലിനെ 3 ഭാഗങ്ങളിൽ നിന്നും ആക്രമിക്കാൻ സാധിക്കും. ഒരേ സമയം ഒരു കോർഡിനേറ്റ് അറ്റാക്കായി ചെയ്യുമ്പോൾ തീർച്ചയായും ഇസ്രായേൽ ചിന്തിക്കാത്ത ആ ഒരു രീതിയിൽ ഈ മിസൈലിനെ ഉപയോഗിച്ച് ആക്രമിക്കാൻ സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുകൂടാതെ മറ്റൊരുപാട് കാര്യങ്ങൾ ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. കഴിഞ്ഞ 24 മണിക്കൂറിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഹമാസിന്റെ പുതിയ നേതാവായി സിൻവർ അധികാരമേറ്റു. മറ്റൊരു ഭാഗത്ത് ഇറാനിൽ നോ ഫ്ലൈ സോൺ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച കാര്യമാണ്. കാരണം ഹമാസിന്റെ നേതാവ്, അവരുടെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ നേതാവ് കൊല്ലപ്പെട്ടതിന് ശേഷം ഒരു പുതിയ നേതാവിനെ തിരഞ്ഞെടുത്ത് അയാൾ വഴി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഹമാസിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം ഇറാനും അവരുടെ റെസ്പോൺസ് എന്നത് തീർച്ചയായും ഇസ്രായേലിന് നൽകണം. ഒരുപാട് നാടുകൾ ചേർന്ന് ഇപ്പോൾ ഇറാന് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അല്ലെങ്കിൽ ഇറാനിടയിൽ ഒരു മീഡിയേറ്റർ ജോലി നോക്കിയാലും യാതൊന്നും ഇറാൻ ഇപ്പോൾ കേൾക്കുന്ന സാഹചര്യത്തിലേ അല്ല. ബ്രിട്ടീഷിന്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്നലെ ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററുമായി സംസാരിച്ചു. ഈ പ്രദേശത്ത് സമാധാനം നിലനിർത്താൻ ഇറാൻ സഹായിക്കണം. ഇറാൻ ഒരു വലിയ റിട്ടാലിയേഷൻ ചെയ്യുകയാണെങ്കിൽ ആ സ്ഥലത്ത് സമാധാനം കൊണ്ടുവരാനുള്ള സാധ്യത ഇല്ലാതാകും. അതിനുള്ള ശ്രമങ്ങളും ആരും എടുക്കില്ല. അതിനാൽ ഇവിടെ സമാധാനം കൊണ്ടുവരാൻ ഇറാന്റെ പങ്ക് വളരെ വലുതാണ്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് മറ്റു നാടുകളുമായി തീരുമാനിച്ചിട്ട് ചെയ്യണമെന്ന് ഇറാന് ഒരു വലിയ റിക്വസ്റ്റ് കൊടുത്തു. ഇതിനിടയിൽ റഷ്യ ചെയ്തത്, റഷ്യയുടെ പക്കൽ നിന്നും ഔദ്യോഗികമായ ഒരു അറിയിപ്പ് വന്നു. നിങ്ങൾ ഇസ്രായേലിൽ ഒരു ആക്രമണം നടത്താൻ പോകുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ തിരിച്ചടി ആരും ഇവിടെ അവസാനിപ്പിക്കാൻ പറയുന്നില്ല. എന്നാൽ സിവിലിയൻ കാഷ്വാലിറ്റി ഒന്നും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഇസ്രായേലിൽ ഒരു സ്ഥലത്ത് ആക്രമണം നടത്തുന്നു, അല്ലെങ്കിൽ എവിടെ ആക്രമിച്ചാലും പ്രശ്നമില്ല. എന്നാൽ അതുവഴി പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം എന്നത് നിങ്ങൾ കുറയ്ക്കണം. അതല്ലാതെ മിലിറ്ററി ടാർഗറ്റ്സിനെ നിങ്ങൾ നശിപ്പിക്കുന്നത് റഷ്യ യാതൊരു രീതിയും തടയില്ല. എന്നാൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ നിങ്ങളുടെ ആക്രമണം ഉണ്ടാകുമെന്ന് റഷ്യ ഈ സ്ഥലത്ത് ഇറാൻ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളുമുണ്ട്. കാരണം ഇത്രയും ദിവസം റഷ്യയുടെ പക്കൽ നിന്ന് യാതൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. ഇസ്മായിൽ ഹനിയ മരിച്ചപ്പോൾ പോലും വലിയ റെസ്പോൺസ് ഒന്നും റഷ്യയിൽ നിന്നും വന്നില്ല. ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് മാത്രം കൊടുത്തു. ഇതെല്ലാം വെസ്റ്റേൺ കൺട്രീസിന്റെ സഹായത്തോടു കൂടി നടത്തുന്ന പൊളിറ്റിക്കൽ മർഡർ ആണെന്ന്. ഇപ്പോൾ റഷ്യ ഈ സാഹചര്യത്തിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇറാന്റെ തിരിച്ചടി റഷ്യക്ക് വളരെ വ്യക്തമായി മനസ്സിലായതുകൊണ്ടാണ്. അതുമാത്രമല്ല, റഷ്യയുടെ സെർജി ഷോയ്ഗു വന്നു പോയതിനു ശേഷം ഈ ചരക്ക് പ്ലെയിൻസിന്റെ മൂവ്മെന്റ്സ് എന്നത് ഒരു ദിവസം 3 തവണ ആയിരുന്നതിൽ നിന്നും 5 തവണയായി മാറിയിട്ടുണ്ട്. ഒരു ദിവസം 5 തവണ റഷ്യയിൽ നിന്നും ഒരു വിമാനമല്ല 5 വിമാനങ്ങൾ, 5 കാർഗോ വിമാനങ്ങൾ ഇപ്പോൾ ഇറാനിൽ തറയിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ ബ്രിക്സ് ന്യൂസ് ഒരു കാര്യം പറഞ്ഞു. ഇസ്കാന്ദർ മിസൈൽസ് റഷ്യ ഇപ്പോൾ ഇറാന് നൽകാൻ പോകുന്നുവെന്ന്. എന്ത്? ഇസ്കാന്ദറിനെ സംബന്ധിച്ച് അത് റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട ആയുധമാണ്. റഷ്യയ്ക്ക് ഉക്രൈൻ യുദ്ധത്തിൽ സഹായിച്ച വളരെ വിലപ്പെട്ട ആയുധം. അതിന്റെ മാക്സിമം റേഞ്ച് 450 കിലോമീറ്റർ ആണ്. അങ്ങനെ ആണെങ്കിൽ പോലും ഈ ഒരു മിസൈൽ റഷ്യ ഇറാന് നൽകിയാൽ അതുപയോഗിച്ച് ഇറാൻ എന്ത് ചെയ്യാനാണ്? കാരണം ഇറാനും ഇസ്രായേലിനും ഇടയിൽ പല കിലോമീറ്റർ ഉണ്ട്. 450 എന്നതും കഴിഞ്ഞ് ഡിസ്റ്റൻസ് വളരെ അധികമാണ്. ഈ മിസൈൽ ഉപയോഗിച്ച് എങ്ങനെ ഇറാനെ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധിക്കുമെന്ന് നമ്മളെല്ലാം ചിന്തിക്കുന്ന അതേ സമയത്ത് ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരമായിരുന്നു സിറിയയിൽ നിന്നും വന്നത്. സിറിയയുടെ ഫോറിൻ മിനിസ്റ്റർ ഇറാനോട് ഒരു കാര്യം പറഞ്ഞു. സിറിയ ഇറാനെ എപ്പോഴും സഹായിക്കും. സിറിയയ്ക്കുള്ളിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെയാണോ ഇറാൻ സഹായിക്കുന്നത്, അതുപോലെ ഇറാന് ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യം വരുമ്പോൾ കൂടെ നിൽക്കേണ്ടത് സിറിയയുടെ ഒരു കടമയാണ്. അതിനാൽ ഇറാൻ ചെയ്യുന്ന അടുത്ത ഘട്ട കാര്യങ്ങളിൽ ഇറാന് സിറിയയുടെ സഹായം ഉണ്ടാകും. ഇപ്പോ ഇറാൻ സിറിയയ്ക്കുള്ളിൽ നേരത്തെ ഇറാന്റെ ഒരുപാട് ട്രൂപ്സ് ഉണ്ട്. അതുകൂടാതെ സിറിയയ്ക്കുള്ളിൽ റഷ്യയുടെ പൊസിഷൻസും ഉണ്ട്. ഇപ്പോൾ സിറിയയിൽ വെച്ച് ഒരു ആക്രമണം ഇസ്രായേലിൽ ഇറാനെ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക. സിറിയയ്ക്കും ഇസ്രായേലിനും ഇടയിൽ ഒരു പ്രശ്നം വരുന്നു എന്ന് കരുതുക. സിറിയ അടിസ്ഥാനമാക്കി, സിറിയ കാരണമായി കാണിച്ച്, അല്ലെങ്കിൽ സിറിയയുള്ള ഗ്രൂപ്പ്സ് വഴി ഈ ഇസ്കാന്ദർ മിസൈൽസിനെ ഇറാനെ കൊണ്ട് ഫയർ ചെയ്യാൻ സാധിക്കും.
കാരണം നേരത്തെ അവിടെ റഷ്യൻ ട്രൂപ്സ് ഉണ്ട്. ഇപ്പൊ ഒരുപാട് പേർക്ക് ഒരു ചോദ്യം വരാം, ഇസ്കാന്ദർ മിസൈൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സാധാരണ കാര്യമാണോ എന്ന്. സാധാരണ ഒരു റോക്കറ്റിനെ ഷോൾഡർ മൗൾഡ് ചെയ്ത് ഫയർ ചെയ്യുന്നത് പോലെ ഈ മിസൈൽസ് ഫയർ ചെയ്യാൻ സാധിക്കുമോ എന്ന്. എന്നാൽ ഈ സ്ഥലത്ത് ഇൻഡയറക്റ്റായി ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണോ റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ ഉക്രൈനുള്ളിൽ ഈ വെസ്റ്റേൺ മിസൈൽ ഓപ്പറേറ്റേഴ്സ് വന്ന് ഉക്രൈനെ സഹായിക്കുന്നത്, അതുപോലെ ഇറാന് സപ്പോർട്ടായി എന്തുകൊണ്ട് റഷ്യയെ കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന്. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സിറിയയ്ക്കുള്ളിൽ വെച്ച് ഈ ഇസ്കാന്ദർ ബാലിസ്റ്റിക് മിസൈൽ റഷ്യയുടെ സഹായത്തോടു കൂടി തീർച്ചയായും ഉപയോഗിക്കാൻ സാധിക്കും. ഇത് കാരണം ഇസ്രായേലിന് വലിയ രീതിയിലുള്ള തകർച്ചയും ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഇസ്കാന്ദർ ബാലിസ്റ്റിക് മിസൈലിനെ സംബന്ധിച്ച് നോർമൽ ഇറാനിയൻ മിസൈൽ പോലെയല്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ ചെയ്ത ഓപ്പറേഷനിൽ പോലും ഒരുപാട് മിസൈൽസിനെ അമേരിക്ക, ഇസ്രായേൽ, ജോർദാൻ എല്ലാവരും ചേർന്ന് വെടിവെച്ച് വീഴ്ത്തി. ആ ഒരു സാഹചര്യത്തെ മുഴുവനായും മാറ്റുന്ന രീതിയിലാണ് ഈ ഒരു മിസൈൽ കളമിറങ്ങാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും ഇതിൽ ഒരുപാട് മാറ്റങ്ങളും ഉണ്ടാകും. കൂടാതെ കഴിഞ്ഞ തവണ അവർ ചെയ്ത തെറ്റുകളൊന്നും ഇത്തവണ അവർ ചെയ്യില്ല. അവസാനം അവർ ചെയ്ത തെറ്റ് നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകി. ആദ്യം ഡ്രോൺസ് അകത്തേക്ക് അയക്കുകയും പിന്നെ ബാലിസ്റ്റിക് മിസൈൽസും ക്രൂയിസ് മിസൈൽസും അകത്തേക്ക് അയച്ചു. എന്നാൽ ഇത്തവണ ആ ഒരു തെറ്റ് ഇറാൻ ചെയ്യാൻ പോകുന്നില്ല എന്ന് IRGCയും പറഞ്ഞു. IRGCയുടെ ഒഫീഷ്യൽ ടെലഗ്രാം പേജിൽ ഒരു കാര്യം കൺഫേം ചെയ്തു. അവസാനം നടത്തിയ ആക്രമണത്തിൽ IRGC, ഇറാൻ എല്ലാവരും ചേർന്ന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയും ഞങ്ങൾ ഈ ആക്രമണങ്ങളെല്ലാം ചെയ്യും എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ ആർക്കും ഒരു മുന്നറിയിപ്പും നൽകാൻ പോകുന്നില്ല. ഞങ്ങൾ ആക്രമിക്കും എന്ന് എല്ലാവരോടും പറഞ്ഞു. ഹംഗേരിയോട്, റഷ്യയോട് എല്ലാവരോടും പറഞ്ഞു. എന്നാൽ എപ്പോൾ ആക്രമിക്കും, എങ്ങനെ ആക്രമിക്കും എന്നുള്ളത് ഇത്തവണ ആരോടും പറയില്ല. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഉടനടിയുള്ള ആക്രമണങ്ങൾ നടക്കും. മൾട്ടിപ്പിൾ ഫ്രണ്ടിൽ നിന്ന് ഈ ആക്രമണങ്ങൾ ഞങ്ങൾ നടത്താൻ പോകുന്നു. അതിന് ഇസ്രായേൽ തയ്യാറാവുക. ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ഭീതി നിറഞ്ഞ സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾക്കും അറിയാം. ആ ഭീതിക്കുള്ളിൽ വീണ്ടും ഭീതി നിറയ്ക്കുന്ന രീതിയിലായിരിക്കും ഞങ്ങളുടെ ആക്രമണം. ഇസ്രായേലിൽ ഞങ്ങളുടെ റെസ്പോൺസ് എന്നത് തീർച്ചയായും വളരെ മോശമായിരിക്കും. വളരെ ഹാർഷ് റെസ്പോൺസ് ഞങ്ങൾ നൽകും. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേർ സംസാരിക്കാൻ തുടങ്ങിയത്, ഇങ്ങനൊരു തിരിച്ചടി ഇറാൻ നൽകുകയാണെങ്കിൽ പകരം അതിനൊരു തിരിച്ചടി എന്ന വണ്ണം ഇസ്രായേലും ആക്രമിക്കാൻ തുടങ്ങും. അങ്ങനെ ആ സ്ഥലത്ത് ഒരു റീജിയണൽ വാർ വരും. മുഴുവൻ മിഡിൽ ഈസ്റ്റിനെയും ഒരു യുദ്ധത്തിലേക്ക് തള്ളുമല്ലോ എന്ന് പറയുന്ന ഈ കാര്യങ്ങൾക്കും IRGC ഒരു മറുപടി നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു യുദ്ധത്തെക്കുറിച്ച് ചിന്തിച്ച് ഭയപ്പെടുന്നില്ല. കാരണം ഇറാനെ സംബന്ധിച്ച് ഞങ്ങളുടെ കപ്പാസിറ്റി എന്ത്, ഞങ്ങളുടെ പവർ എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ഞങ്ങളുടെ മണ്ണിനുള്ളിൽ കടന്ന്, അല്ലെങ്കിൽ ഞങ്ങളുടെ നാടിനുള്ളിൽ തലസ്ഥാനത്തേക്ക് തന്നെ വന്ന് ശത്രുവിനെ കൊണ്ട് ഒരു ആക്രമണം നടത്താൻ കഴിയുമെങ്കിൽ അതിനെ നോക്കി ലോകം ശാന്തമായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എന്തുകൊണ്ട് നിങ്ങൾ തെറ്റായി പറയുന്നു? ഞങ്ങളെ കുറ്റം വരുന്ന എല്ലാ നാടുകൾക്കും ഞങ്ങളുടെ ചോദ്യം ഇതാണ്. നിങ്ങളുടെ തലസ്ഥാനത്തിൽ ഒരു ചാര സംഘടന അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാട് നുഴഞ്ഞു കയറി നിങ്ങളുടെ കൺട്രോളിലുള്ള ഒരു വ്യക്തിയെ കൊല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സംരക്ഷണം നൽകുന്ന ഒരു വ്യക്തിയെ കൊല്ലുകയാണെങ്കിൽ നിങ്ങൾ അതിന് മറുപടി നൽകാതെ ശാന്തമായിരിക്കുമോ എന്ന് ഒരു വലിയ ചോദ്യം ചോദിച്ചു. ഇതിനിടയിൽ സൗദി അറേബ്യയിൽ വെച്ച് അറബ് നാടുകളുടെ എല്ലാം ഒരു കമ്മിറ്റി നടന്നു. ഇതിൽ എല്ലാ നാടുകളുടെയും പ്രധാനപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭാഗത്ത് അറബ് നാടുകളുടെ എല്ലാം ഒരു മീറ്റിംഗ് നടക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഹമാസിന്റെ പുതിയ നേതാവിനെ തിരഞ്ഞെടുത്തു. ഇവിടെ നമ്മൾ ഹിസ്ബുള്ളയെ കുറിച്ച് പറഞ്ഞില്ല. ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഞങ്ങളുടെ തിരിച്ചടി ഒരു ഡ്രോൺ ആക്രമണം വഴി കൊടുത്തു എന്ന് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ ഡ്രോൺ ആക്രമണം നടത്തിയത് അവസാനമായി ഞങ്ങളുടെ റെഡ് വൺ ഫോഴ്സിൽ ഒരു കമാൻഡറെ കൊന്നിരുന്നു. അതിന്റെ ഒരു തിരിച്ചടി മാത്രമാണ് കൊടുത്തത്. ഇതിൽ ഞങ്ങൾ ഉപയോഗിച്ചതും ഇറാന്റെ ഡ്രോൺസ് ആണ്. ആ ഡ്രോണുകളെ പോലും ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ കൊണ്ട് വെടിവെച്ച് വീഴ്ത്താൻ സാധിച്ചില്ല, നശിപ്പിക്കാൻ സാധിച്ചില്ല. അതിനാൽ അടുത്തു വരാൻ പോകുന്ന ആക്രമണം ഇസ്രായേൽ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്നേ അറിയില്ല. ഇസ്രായേൽ കാത്തിരിക്കുക. ഞങ്ങൾ നിങ്ങളുടെ അതിർത്തിക്കുള്ളിലേക്ക് വരാൻ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ഇസ്രായേലിനുള്ളിൽ കയറാൻ തയ്യാറായിരിക്കുന്നുവെന്ന് വീണ്ടും വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു. ഈ പ്രശ്നങ്ങളെല്ലാം ഇത്രയും സീരിയസ് ആയി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ പാകിസ്ഥാൻ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. ഇറാനെ ഞങ്ങൾ സഹായിക്കാം. ഇറാന്റെ പക്കൽ മിസൈൽസ് ഇല്ലെങ്കിൽ എന്താ, ഹിസ്ബുള്ളയുടെ പക്കൽ മിസൈൽസ് ഇല്ലെങ്കിൽ എന്താ, ഞങ്ങൾ ഇറാനെയും ഹിസ്ബുള്ളയെയും സഹായിക്കാൻ തയ്യാറാണ് എന്ന് പാകിസ്ഥാനും ഇപ്പോൾ ഇറാന് സപ്പോർട്ടായി സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ ഇത് ഇറാൻ അംഗീകരിക്കുമോ? അല്ലെങ്കിൽ സത്യത്തിൽ ഇറാനെ സഹായിക്കുന്ന രീതിയിൽ പാകിസ്ഥാന്റെ പക്കൽ അത്രത്തോളം എഫിഷ്യന്റ് ആയ മിസൈൽ ഉണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. കൂടാതെ ബ്രിക്സ് ന്യൂസിൽ മറ്റൊരു കാര്യം പറഞ്ഞു. Su-35 ഫൈറ്റർ ജെറ്റ്സ് ഇറാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് റഷ്യയുടെ വെപ്പൺസ് ആണ് അവർ കൂടുതലും ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ നേരത്തെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. റഷ്യ ഇറാൻ നൽകിയിട്ടുള്ള ഈ സഹായമെല്ലാം ഇറാനെ സുരക്ഷിതമാക്കി വയ്ക്കാനായിരുന്നാലും ഇസ്കാന്ദർ മിസൈൽസ് ഇവിടെ റഷ്യ നൽകുകയാണെങ്കിൽ അത് ഇസ്രായേലിനെതിരെയുള്ള റഷ്യയുടെ നേരിട്ടുള്ള തിരിച്ചടിയായി മാറും. ഇത് സമ്മതിച്ചേ തീരൂ. ഇത്രയും ദിവസം ഇസ്രായേലിനും റഷ്യയ്ക്കും ഇടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്നാൽ ഈ ഒരു തീരുമാനം റഷ്യ എടുത്താൽ ഇസ്രായേലിനും റഷ്യയ്ക്കും ഇടയിൽ ഒരു ഭീതി തീർച്ചയായും അധികമാകും. ഒരു ഭാഗത്ത് അമേരിക്ക, ഇസ്രായേൽ, ബ്രിട്ടൻ, മറ്റൊരു ഭാഗത്ത് റഷ്യ, ഇറാൻ, സിറിയ. ഈ രണ്ട് സഖ്യവും ഒന്നിനൊന്ന് മികച്ചതാണ്.
നേരത്തെ അവർക്കിടയിൽ പല പ്രശ്നങ്ങൾ പോകുന്നുണ്ട്, അതും സിറിയയ്ക്കുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സഖ്യങ്ങളെല്ലാം കാത്തിരിക്കുകയാണ് ഇറാനെയും ഇസ്രായേലിനെയും രണ്ട് ഭാഗത്ത് നിർത്തി ഒരു ലോകയുദ്ധം എപ്പോഴാണ് വരാൻ പോകുന്നതെന്ന്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ലോകം മുഴുവനും ഇപ്പോൾ ഇറാനെയും ഇസ്രായേലിനെയും നോക്കിക്കാണുന്നത്. ഇതിനിടയിൽ അമേരിക്കയുടെ F-22 റാപ്റ്റേഴ്സ് ഖത്തറിൽ എത്രയും പെട്ടെന്ന് വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വീഡിയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഈ വിമാനങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടാകാം. നേരത്തെ അമേരിക്കയിൽ നിന്നും അത് തിരിച്ചിട്ടുണ്ട്. ഏകദേശം 2 ബാച്ച് ഇപ്പോൾ ഇസ്രായേലിന് ചുറ്റും പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടെ F-22 റാപ്റ്റേഴ്സ് വന്നിട്ടുള്ളത് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തെ ഇസ്രായേൽ നടക്കാൻ അനുവദിക്കാതെ സംരക്ഷിക്കുന്നതിൽ ഇവ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്നു. അമേരിക്കയെ സംബന്ധിച്ച് ഇസ്രായേലിനെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നുള്ള അറിയിപ്പ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറാനെതിരെ ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആയും ഈ ഒരു അറിയിപ്പ് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. പ്രധാനമായും സിറിയ, റഷ്യ, ഇറാൻ ഈ ഒരു സഖ്യത്തെ കൊണ്ട് ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ ജയിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഇവരുടെ എല്ലാ ആക്രമണങ്ങളെയും ഇസ്രായേലിനെ കൊണ്ട് തവിടുപൊടിയാക്കാൻ കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.